ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് അരിഞ്ഞ് കൊണ്ടാട്ടം ഉണ്ടാക്കാം. അപ്പം കുറച്ച് പാവയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാവയ്ക്ക. ഇതിനകത്തേക്ക് കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ പാവയ്ക്ക ഇങ്ങനെ വട്ടത്തിൽ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. നമ്മൾ പാവയ്ക്ക ഇവിടെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് പച്ചമുളക് നമുക്ക് അരിഞ്ഞല്ല, ഒന്ന് വലുതാണെങ്കിൽ നടുവേ മുറിച്ചിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് പൊട്ടിച്ചിടണം, ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. മുളക് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. മുളക് മൂപ്പ് കുറഞ്ഞാണെങ്കിൽ നല്ലതാണ്. ഒരുപാട് മൂപ്പുള്ളതാകുമ്പോൾ എരിവ് അധികം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് കുറച്ചിടുക. നമ്മുടെ കൊണ്ടാട്ടമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മുളക് ഇങ്ങനെ കീറിയിട്ടിട്ട്, ഇതൊക്കെ പിഞ്ച് മുളക്, അതുകൊണ്ട് ഞാൻ ഇത്രയധികം എടുത്ത കേട്ടോ. മുളകിൻ്റെ തലയ്ക്ക് മാത്രം പൊട്ടിച്ചിട്ടാൽ മതി. മൊത്തം കീറിയിട്ട് അതിൻ്റെ അരിയെല്ലാം പോവും, അതിൻ്റെ ടേസ്റ്റെല്ലാം വേറെ പോകും. അതുകൊണ്ട് ഇതിങ്ങനെ ഒത്തിരി നീളത്തിടുമ്പോൾ ഒത്തിരി എണ്ണ ഇട്ട് വേണ്ട വറക്കാൻ. അപ്പം ഇത് കുറച്ച് നീളം കുറച്ച് മുറിച്ചിടുകയാണെങ്കിൽ നമ്മുടെ മുളകും പാവയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇടാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി കേട്ടോ. ഇത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിട്ടുള്ള ഉപ്പ്, പിന്നെ ടേസ്റ്റ്. ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് കത്തിച്ച് ഇത് അടുപ്പത്ത് വെച്ച് ഇതിനകത്തേക്ക് ഒരു ശകലം വെള്ളം കൂടി ഒഴിക്കണം. അതില്ലെങ്കിൽ അതിന് ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഒരു ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിക്കണം. എന്നിട്ട് മൂടി വെച്ച് നമുക്കത് വാടട്ടെ. വാടിയിട്ട് ബാക്കി ചെയ്യാം. നമ്മുടെ പാവയ്ക്ക ഇവിടെ വാടി കിട്ടിയിട്ടുണ്ട്. പാവയ്ക്ക നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് ഓഫാക്കാം. ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണങ്ങി എടുത്തിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. പാവയ്ക്ക കൊണ്ടാട്ടം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നന്നായിട്ടിത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ വറുക്കണം. നമ്മുടെ കൊണ്ടാട്ടം നമുക്ക് വറുത്തെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ചൂടാകുമ്പം കുറച്ച് എണ്ണ ഒഴിക്കണം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എനിക്ക് കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച്
കൊണ്ടാട്ടം ഞാനിടുവാണ്. കുറച്ച് കൊണ്ടാട്ടം ഇട്ടു. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇടുകയാണ്. പെട്ടെന്ന് പൊള്ളി വരും. നല്ലോണം അത് പൊള്ളി ഇട്ട് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് എടുക്കണം കേട്ടോ, ഇല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും. കൊണ്ടാട്ടമായിട്ടുണ്ട്. തീ ഓഫാക്കി. ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കൂട്ടുകാരെ, ഇതാണ് പാവയ്ക്ക കൊണ്ടാട്ടം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ.